ഡോക്ടറിന്റെ കാലിന് തരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ നടക്കുന്നേരം കാലിന്റെ അടിയില് സ്പോഞ്ച് പോലെ തോന്നുന്നു, വീഴാൻ പോകുന്ന പോലെ, കാലിനൊരു ശക്തി ഇല്ലാത്ത മാതിരി. ശരി, ഇത് സ്ഥിരമായിട്ട് പേഷ്യൻസ് ഒ പിയിൽ പറഞ്ഞ് ഞാൻ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. കാലിൻ്റെ അടിയിൽ സ്പോഞ്ച് പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ ബോൾ ഉള്ള പോലെ, അതായത് കറക്റ്റായിട്ടുള്ളൊരു സെൻസേഷൻ അവർക്ക് കിട്ടാത്ത പോലെ. അത് കാരണം നടത്തത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വരിക, വീഴാൻ പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട്. പൊതുവേ ഇത് വരുന്നത് കാലിലേക്കുള്ള ഞരമ്പുകൾ ഇൻവോൾവ് ആവുന്ന അവസ്ഥയിലാണ്. മിക്കവാറും പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷൻസിലാണ് ഈ ഒരു പ്രശ്നം ആളുകൾ പറയാറുള്ളത്. അതായത് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളിൽ ഞരമ്പുകൾ വല്ലാതെ ബാധിക്കപ്പെട്ടിട്ട് അതിൻ്റെ ആരോഗ്യം നശിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ലക്ഷണങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസിൽ ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് ന്യൂറോപ്പതി ഉണ്ടാവാറുണ്ട്. ഇതല്ലാതെ ഡയബറ്റീസ് അല്ലാതെ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ ഇത് വരാറുണ്ട്. തൈറോയിഡിന് പ്രശ്നമുള്ള ആളുകളിലും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മുടെ കാലിലേക്ക് ഞരമ്പുകൾ പോകുന്ന ചെറിയൊരു ടണൽ ഉണ്ട്, ടാർസൽ ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കട്ടിപ്പ് വരികയോ നീർക്കെട്ട് വരികയോ ഒക്കെ ചെയ്തിട്ട് ഞരമ്പ് അമർന്നു പോവുകയാണെങ്കിലും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു കേസിലാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് കുറയ്ക്കുന്നതും അതേപോലെ ഫുഡ് വെയർ കറക്ഷൻ ചെയ്യുന്നതും ഒക്കെ നന്നായിരിക്കും.